ഹായ് മക്കളെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മുതൽ നമ്മൾ 2ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ എടുത്തു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ 2ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1ാം ക്ലാസ്സിലെ മലയാളവും ഇംഗ്ലീഷും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളത്തിലെ 5ാമത്തെ ചാപ്റ്ററായ രുചിമേളമാണ്. നിങ്ങൾ നോക്കിയാൽ അവിടെ എന്താ കാണുന്നത്? കുഞ്ഞുമോളുടെ തട്ടുകട. അവിടെ കുഞ്ഞുമോളുണ്ട്, കുഞ്ഞുമോളുടെ അച്ഛനുമുണ്ട്. നീല ഷർട്ടും മഞ്ഞ പാവാടയും ഒക്കെ ഇട്ട് കുഞ്ഞുമോൾ നിൽക്കുന്ന കണ്ടല്ലേ? അച്ഛൻ അവിടെ കടയിൽ എന്തൊക്കെയോ ചെയ്യുകയാണ്. അവിടെ പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കിയാലോ? നോക്കിയേ, കുഞ്ഞുമോളുടെ തട്ടുകട. കുഞ്ഞുമോൾക്ക് ഒരു തട്ടുകടയുണ്ട്. അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട. ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം, അങ്ങനെ പല പല പലഹാരങ്ങൾ. എല്ലാത്തിനും നല്ല സ്വാദ്. അവരുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു. തട്ടുകടയിൽ തിരക്കോട് തിരക്ക്. വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി. കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഒരുപാട് ആളുകൾ ഉണ്ടല്ലേ? നോക്കിയേ, എന്തുകൊണ്ടാ? അവിടെ വരുന്നവർക്കെല്ലാം രുചിയുള്ള ഭക്ഷണം അവർ സ്വാദോടെ എന്തായിരുന്നു, സ്നേഹത്തോടെ വിളമ്പുകയാണ് ചെയ്യുന്നത്. ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം, അങ്ങനെ പല പല പലഹാരങ്ങൾ അവിടെയുണ്ട്. നോക്കാം, കണ്ടെത്താം. കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങൾ ഉണ്ട്? നമ്മൾ കണ്ടതാണ്. ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം, അങ്ങനെ പല പലഹാരങ്ങളും അവിടെയുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക്? എന്തുകൊണ്ടായിരിക്കാം കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക് വരാൻ കാരണം? എന്താണ്? അവിടെ നല്ല രുചിയുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് അല്ലേ? അതും സ്നേഹത്തോടെയാണ് അവരെല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇത്രയും തിരക്ക് വരാൻ കാരണം. അതവിടെ എഴുതാമല്ലോ. രുചികരമായ ഭക്ഷണം സ്നേഹത്തോടെ കൊടുക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക്. സ്വന്തമായി തട്ടുകടയുണ്ട്, സ്വാദുള്ള ആഹാരവുമുണ്ട്. എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട. അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു. കുഞ്ഞുമോള് തളർന്ന് അച്ഛൻ്റെ തോളിൽ കിടക്കുന്നത് കണ്ടോ? ഒന്നും കഴിക്കാൻ വേണ്ട കുഞ്ഞുമോൾക്ക്, എപ്പോഴും ക്ഷീണമാണ്. അമ്മ പറയുന്നത് കണ്ടോ? ദിവസം കഴിയുന്തോറും മോൾക്ക് ക്ഷീണം കൂടി കൂടി വരുന്നു. തീരെ ഉഷാറില്ല. ഒരു ഡോക്ടറെ കാണിക്കണം. എന്താണ്? മോക്ക് എപ്പോഴും ക്ഷീണമാണ്, കുഞ്ഞുമോക്ക് എപ്പോഴും ക്ഷീണമാണ്. അതുകൊണ്ട് ഡോക്ടറെ കുഞ്ഞുമോളെ കാണിക്കണമെന്നാണ് പറയുന്നത്. എങ്കിൽ ഡോക്ടറെ കാണാൻ പോയാലോ? ഡോക്ടർ പറഞ്ഞത് എന്തെല്ലാം? ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല, കടുത്ത ക്ഷീണവുമുണ്ട്. ആര് പറഞ്ഞു? അച്ഛൻ ഡോക്ടറോട് പറഞ്ഞു. കുഞ്ഞുമോൾ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? ആഹാരം കഴിക്കാത്തത് കൊണ്ടാണ് മോൾക്ക് ക്ഷീണം. ഞാൻ മരുന്ന് തരാം. അത് പോഷക ഗുണമുള്ള ആഹാരം കഴിച്ചതിന് ശേഷം കഴിക്കണം. എന്താ? പോഷക ഗുണമുള്ള ആഹാരം കഴിച്ചതിന് ശേഷമാണ് കഴിക്കേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ആഹാരം കഴിച്ചിട്ട് കഴിക്കരുത്. ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞുമോൾ കൃത്യമായി മരുന്ന് കഴിച്ചു, നന്നായി ആഹാരവും കഴിച്ചു. അവൾ ഉഷാറായി. മരുന്നും ആഹാരവും കഴിച്ചപ്പോൾ കുഞ്ഞുമോൾ വീണ്ടും ഉഷാറായി. നോക്കിയേ, കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. കുഞ്ഞുമോൾ സൈക്കിളൊക്കെ ചവിട്ടി സന്തോഷത്തോടെ ചിരിയോടെ സ്കൂളിലേക്ക് പോകുന്നത് കണ്ടോ? അഭിനയിക്കാം. കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ. താഴെ പറയുന്ന കാര്യങ്ങൾ കൂട്ടുകാരോടൊപ്പം അഭിനയിക്കാം. കുഞ്ഞുമോളുടെ തട്ടുകട, കുഞ്ഞുമോൾ ആശുപത്രിയിൽ, സ്കൂളിൽ പോകുന്ന കുഞ്ഞുമോൾ, ഇതെല്ലാം നിങ്ങൾ അഭിനയിച്ച് കാണിക്കണം. ആരോടൊപ്പം? നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഇതെല്ലാം അഭിനയിക്കണം. അടുത്ത പേജ് നോക്കിയാലോ? നോക്കിയേ, വായിക്കാം. ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം. നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ എന്ത് വേണം? പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ വേണം. നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം. ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയ ആഹാരം. മത്സ്യം, മാംസം, പാൽ, മുട്ട എന്നിവ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്. പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട്. അത്തരം ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പം നിങ്ങൾ എങ്ങനെയുള്ള ആഹാരം വേണം കഴിക്കാൻ? ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങുകളും പയറുവർഗ്ഗങ്ങളും ഇലക്കറികളും നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. എങ്കിൽ അടുത്ത പേജിലോട്ട് പോവാം. ഓരോന്നിലും എന്തൊക്കെ എഴുതാം? നമുക്കറിയാന്നുള്ള ധാന്യങ്ങൾ ഏതൊക്കെയാ? അരി, ഗോതമ്പ്, റാഗി, തിന.
പഴങ്ങളോ വാഴപ്പഴം, ആപ്പിൾ, ഓറഞ്ച്, മാമ്പഴം, മുന്തിരിങ്ങ, മാതളം, പേരയ്ക്ക, പപ്പായ, പൈനാപ്പിൾ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ. പച്ചക്കറികൾ പാവയ്ക്ക, തക്കാളി, കോവയ്ക്ക, വെള്ളരിക്ക, കുമ്പളങ്ങ, മത്തങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി എഴുതി ഇതിൽ ചേർക്കാവുന്നതാണ്. ഓക്കെ. ഇലക്കറികൾ ഏതൊക്കെയാണ്? മുരിങ്ങയില, ചീര, മത്തനില, പയറില, ചേനയില, തകരയില, തഴുതാമയില. അതുകൂടാതെ നിങ്ങൾക്കിതിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാവുന്നതാണ്. കിഴങ്ങുകൾ ഉരുളക്കിഴങ്ങ്, കപ്പ, ചേമ്പ്, കാച്ചിൽ, ചേന, മധുരക്കിഴങ്ങ്, കൂർക്ക. പയറുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? പയറുവർഗ്ഗങ്ങൾ നമുക്കറിയാവുന്ന പയറുവർഗ്ഗങ്ങൾ എഴുതാം. ചെറുപയർ, വൻപയർ, മുതിര, കടല, ഗ്രീൻ പീസ്, അതൊക്കെ എഴുതാവുന്നതാണ്. നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഓരോ ദിവസവും പട്ടികയിൽ അടയാളപ്പെടുത്തി നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഞായർ മുതൽ ശനി വരെയുള്ള ഒരാഴ്ചത്തെ ആഹാരം, ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, മുട്ട, പാൽ, മീൻ, മാംസം, ഇതെല്ലാം ഓരോ ദിവസവും ഏതൊക്കെയാണ് കഴിക്കുന്നത് എന്ന് അടയാളപ്പെടുത്തുക, ടിക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അത് നോക്കുക. ഓരോ ദിവസവും ഏതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് എന്ന് ഓരോന്നിൻ്റെയും താഴെ ടിക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അത് നോക്കണം. ഞാൻ ഒരാഴ്ചയിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത്, ഇനി എന്തൊക്കെ എനിക്ക് കൂടെ കഴിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ഇതിൽ നിന്ന് മാറ്റണം, എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യണമെന്ന് അപ്പോൾ തീരുമാനിക്കണം. ഓക്കെ. എങ്കിൽ അടുത്ത പേജ് നോക്കാം. നിങ്ങൾ കഴിച്ചതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് കൂടുതൽ വന്നത്? അത് നിങ്ങൾക്കേ അറിയാൻ പറ്റൂ. നിങ്ങൾ അവിടെ എഴുതണം. ഏറ്റവും കുറച്ച് കഴിച്ചതും നിങ്ങൾക്കേ അറിയാൻ പറ്റൂ. അത് നിങ്ങളവിടെ എഴുതണം. ഓക്കെ. എന്തായാലും എല്ലാ ആഹാരങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്തു, മിക്സിയിൽ പൊടിച്ചു, തേങ്ങ ചിരകി, ശർക്കര ചുരണ്ടി അരിപ്പൊടിയിൽ ചേർത്തു, കൈകൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുത്തു, പാത്രത്തിൽ അരിയുണ്ടകൾ നിരത്തി വെച്ചു. അരിയുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അരി കഴുകി ചട്ടിയിലിട്ട് വറുത്ത് മിക്സിയിൽ പൊടിച്ച് തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് ഇളക്കിയെടുത്ത് എന്ത് ചെയ്യുന്നു? ഉരുട്ടിയെടുക്കുന്നു. അപ്പോൾ അരിയുണ്ട റെഡി അല്ലേ? അരിയുണ്ടയിലെ ചേരുവകൾ എന്തെല്ലാം? അരി, തേങ്ങ, ശർക്കര. ഇതവിടെ എഴുതണം. എഴുതുമല്ലോ. അരിയും തേങ്ങയും ശർക്കരയും അവിടെ എഴുതി ചേർക്കുക. ഓക്കെ. അടുത്ത പേജ് നോക്കാം. വായിക്കാം, പൂർത്തിയാക്കാം. കലം കഴുകി വെള്ളമൊഴിച്ചു, അടുപ്പിൽ വെച്ചു, തീ കത്തിച്ചു, വെള്ളം തിളച്ചു, അരിയിട്ടു, അരി വെന്തു, ചോറ് വാർത്തു. കുഞ്ഞുമോൾ വന്നു, പാത്രമെടുത്തു, ചോറ് വിളമ്പി. ബാക്കി നമ്മൾ പൂരിപ്പിക്കണം. എന്താ പറഞ്ഞത്? കലം കഴുകി വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് തീ കത്തിച്ചതിന് ശേഷം അതിലേക്ക് അരിയിട്ടു. അങ്ങനെ അരി വെന്തു കഴിഞ്ഞതിന് ശേഷം ചോറ് വാർത്തെടുത്ത് കുഞ്ഞുമോൾ പാത്രത്തിൽ വിളമ്പുകയും ചെയ്തു. ബാക്കി നമുക്ക് എന്തവിടെ പൂരിപ്പിക്കാം? എന്താ പൂരിപ്പിക്കാം? നിങ്ങൾ പറഞ്ഞേ, എന്തായിരിക്കും അവിടെ പൂരിപ്പിക്കേണ്ടത്? ചോറ് പാത്രത്തിൽ വിളമ്പിയതിന് ശേഷം എന്ത് ചെയ്ത് കാണും? നോക്കിയേ, അവിടെ പാത്രത്തിൽ ചോറ് വിളമ്പി വെച്ചപ്പോൾ എന്ത് വന്നു? ഈച്ച വന്നു, ചുറ്റും പറക്കാൻ തുടങ്ങി. കുഞ്ഞുമോൾ വന്നു, ചോറും കറിയും അടച്ചു വെച്ചു. ഈച്ചയെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. കുഞ്ഞുമോൾ ചോറും കറിയും അപ്പോൾ അടച്ചു വെച്ചു. വാക്യങ്ങൾ ക്രമത്തിലാക്കാം. പാത്രം അടച്ചു വെച്ചു, ഈച്ച വന്നു, ചുറ്റും പറന്നു, കുഞ്ഞുമോൾ കണ്ടു. എങ്ങനെ ക്രമത്തിലാക്കാം? ഈച്ച വന്നു, അതിനുശേഷം ചുറ്റും പറന്നു, അതിനുശേഷം കുഞ്ഞുമോൾ കണ്ടു, അതിനുശേഷം പാത്രം അടച്ചു വെച്ചു. കണ്ടെത്താം, പറയാം. ചോറ് വിളമ്പിയ പാത്രം കുഞ്ഞുമോൾ അടച്ചു വെച്ചത് എന്തിനാണ് നിങ്ങൾ പറഞ്ഞേ? ചോറിൽ ഈച്ച വന്നിരുന്നാൽ അസുഖം വരുമെന്ന് കുഞ്ഞുമോൾക്ക് അറിയാം. അതുകൊണ്ടാണ് കുഞ്ഞുമോൾ എന്ത് ചെയ്തത്? ചോറ് വെച്ചിരുന്ന പാത്രം വേറൊരു പാത്രം വെച്ച് അടച്ചു വെച്ചതല്ലേ? അല്ലെങ്കിൽ ഈച്ച വന്നിരുന്ന് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ അത് മതി. അതുകൊണ്ട് എന്ത് ചെയ്തു? കുഞ്ഞുമോള് പാത്രം വെച്ച് ചോറിരുന്ന പാത്രം അടച്ചു വെച്ചു. നിങ്ങളും അങ്ങനെ അടച്ചു വെക്കുമല്ലോ. ആഹാര സാധനങ്ങൾ തുറന്നിരുന്നാൽ അടച്ചു വെക്കുമല്ലോ. ഓക്കെ. അടുത്ത പേജ് നോക്കാം. രുചിയുടെ പൊടിപൂരം. അമ്മുവിനിഷ്ടം അച്ചപ്പം, അടയും വടയും കുഴലപ്പം. ഇന്ദുവിനിഷ്ടം ഇടിയപ്പം, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി. ഉസ്മാനിഷ്ടം ഊത്തപ്പം, ഉമ്മ ചുടുന്നൊരു പാലപ്പം. മധുവിനിഷ്ടം വട്ടയപ്പം, മധുരം കിനിയും നെയ്യപ്പം. പലഹാരങ്ങൾ പലതുണ്ടേ, പല പല രുചിതൻ പൊടിപൂരം. എന്തൊക്കെയാ? അമ്മുവിന് അച്ചപ്പം, അട, വട, കുഴലപ്പമാണ് ഇഷ്ടം. ഇന്ദുവിനോ ഇടിയപ്പവും ഇഡ്ഡലി, ദോശ, ചപ്പാത്തിയാണ് ഇഷ്ടം. ഉസ്മാനോ ഊത്തപ്പവും
പാലപ്പവും അല്ലേ, മധുവിന് വട്ടയപ്പം. എങ്കിൽ പാട്ടിൽ പറയുന്ന പലഹാരങ്ങളുടെ പേരുകൾ പറയാം. ഏതൊക്കെയാ എഴുതാം? അച്ചപ്പം, അട, വട, കുഴലപ്പം, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ഊത്തപ്പം, പാലപ്പം, വട്ടയപ്പം, നെയ്യപ്പം. ഇനിയും ധാരാളം ആഹാര സാധനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞേ. അപ്പം, നൂലപ്പം, ഉണ്ണിയപ്പം, നെയ്യപ്പം, പുട്ട്, പത്തിരി, സമൂസ, പൂരി, ബോണ്ട, പഴംപൊരി, അതെല്ലാം നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്ന വേറെ ആഹാര സാധനങ്ങളും എഴുതി ചേർക്കാം. കൂടുതൽ കൂടുതൽ എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതി ചേർക്കുമല്ലോ. പുതിയ പുതിയ ആഹാര സാധനങ്ങൾ അവിടെ എഴുതി ചേർക്കുമല്ലോ. ഇതിലില്ലാത്ത ആഹാര സാധനങ്ങൾ വീണ്ടും എഴുതി ചേർക്കുക. എങ്കിൽ അടുത്ത പേജ് നോക്കിയാലോ. ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം. നോക്കിയേ, അവിടെ എന്തൊക്കെ ഫ്രൂട്ട്സുകളുണ്ട്? പൈനാപ്പിൾ, തണ്ണിമത്തൻ, ഓറഞ്ച്, ആപ്പിള്, പഴം, മുന്തിരി, സ്ട്രോബെറി ഒക്കെ ഉണ്ടല്ലേ. ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ? ഈ സാധനങ്ങളെല്ലാം തന്നെ എഴുതണം അല്ലേ. എന്തൊക്കെ എഴുതാം നമുക്ക്? എന്തൊക്കെ എഴുതാം പറഞ്ഞേ. തണ്ണിമത്തൻ, പൈനാപ്പിൾ, പഴം, ആപ്പിൾ, മുന്തിരിങ്ങ, സ്ട്രോബെറി, മാമ്പഴം, ഓറഞ്ച്, ഇതൊക്കെ വേണം അല്ലേ. പിന്നെ എന്തുകൂടി വേണം? ഒരു പാത്രം വേണം, കത്തി വേണം, ഇതൊക്കെ മുറിക്കാൻ കത്തി വേണം. പിന്നെ മധുരത്തിനായിട്ട് പഞ്ചസാരയോ തേനോ വേണം. എങ്ങനെ തയ്യാറാക്കാം? തയ്യാറാക്കുന്ന വിധം: പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക, ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക, ആവശ്യത്തിന് മധുരം ചേർക്കുക, നന്നായി ഇളക്കുക, ഫ്രൂട്ട് സലാഡ് റെഡി. എങ്ങനെയാ? പഴങ്ങൾ മുറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് മധുരവും ചേർത്താൽ ഫ്രൂട്ട് സലാഡ് റെഡി. നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുമല്ലോ. കടങ്കഥകൾ വായിക്കാം, ഉത്തരം കണ്ടെത്താം. നോക്കിയേ, കടലിൽ നിന്ന് വരുന്നു ഞാൻ, അടുക്കള വന്നിലിരിക്കും ഞാൻ, വെള്ളം തൊട്ടാൽ അലിയും ഞാൻ, പറയൂ പറയൂ ഞാൻ ആര്? കടലിൽ നിന്ന് വരുന്ന ആരാണ്? ഉപ്പല്ലേ. അപ്പോൾ അവിടെ ഉപ്പെന്ന് എഴുതാം അല്ലേ. കടലിൽ നിന്ന് വന്ന് അടുക്കളയിലിരുന്ന് വെള്ളം തൊട്ടാൽ അലിയുന്ന ആരാണ്? ഉപ്പാണ്. ഏത് കറിക്കും രുചിയേകാൻ കൂട്ടുവിളിക്കാറുണ്ടെന്നെ, കറികൾ വെന്തു കഴിഞ്ഞെന്നാൽ പിന്നീടാർക്കും വേണ്ടെന്നെ. കറികൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ എന്നെ വേണ്ട. നമ്മൾ പറയുമല്ലേ, കറിയിലിട്ട കറിവേപ്പില പോലെയെന്ന്, കറിവേപ്പില എന്ന് എഴുതണം. കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം. കൂടുതൽ എഴുതിയാലോ നമുക്ക്. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. ആരാ? ചീര. അടുത്തതാരാ? അകത്തറുത്താൽ പുറത്തറിയും. ആരാ? ചക്കപ്പഴം. മണം കൊണ്ടല്ലേ. ഞെട്ടില്ല വട്ടയില പപ്പടം. ഓക്കെ, ഇതൊക്കെ എഴുതാമല്ലോ. ഇതെല്ലാം എഴുതി ചേർക്കുമല്ലോ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന കടങ്കഥകൾ എഴുതി ചേർക്കുക. ഓക്കെ, ചിത്രം നോക്കി കഥ എഴുതാം. അവിടെ ചിത്രത്തിൽ ആരൊക്കെയാ? പത്തിരി ചുടുന്ന നമ്മുടെ പൂവൻകോഴി. പത്തിരി ചുട്ട് കഴിഞ്ഞ് കൈയും ചൂണ്ടി നിൽക്കുവാണല്ലേ പൂച്ചയോട് ദേഷിച്ച്. പൂച്ച പത്തിരിയും എടുത്ത് പോവുകയാണ്. ഒരു കുണുങ്ങി കുണുങ്ങി പോവുകയാണല്ലേ പൂച്ച. നോക്കിയേ, പത്തിരി തിന്നാൻ മോഹം, അതാണ് നമ്മുടെ കഥയുടെ പേര്. ഒരിടത്ത് ഒരു വീട്ടിൽ ഒരു പൂവൻകോഴിയും പൂച്ചയും താമസിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പൂവൻകോഴിക്ക് പത്തിരി തിന്നാൻ മോഹമുണ്ടായി. ഇത് പൂച്ചയോട് പറഞ്ഞപ്പോൾ പൂച്ചയ്ക്ക് പത്തിരിയൊന്നും ഉണ്ടാക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അങ്ങനെ പൂവൻകോഴി ഒറ്റയ്ക്ക് പോയി കടയിൽ നിന്നും പത്തിരി ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങി വന്ന് രുചിയൂറും പത്തിരി ഉണ്ടാക്കി. പത്തിരിയുടെ മണം കിട്ടിയ പൂച്ച പയ്യെ പയ്യെ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കി. പൂവൻകോഴി കുളിക്കാൻ പോയ സമയത്ത് പത്തിരി മോഷ്ടിച്ച് തിന്നാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് വന്ന പൂവൻകോഴി പൂച്ചയോട് ദേഷ്യപ്പെട്ടു. കയ്യും ചൂണ്ടി, ഇനി ഈ വഴി വന്നാൽ നിന്നെ ഞാൻ കൊത്തും എന്ന് പറഞ്ഞു. പൂച്ച അത് കേട്ടിട്ട് ഒരു കൂസലുമില്ലാതെ നാണം കുണുങ്ങി പത്തിരിയും എടുത്ത് പോയി. പോകുന്നത് കണ്ടോ? പൂവൻകോഴി കയ്യും ചൂണ്ടി ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നത് ചിത്രത്തിൽ കാണാം നമുക്ക്. പൂച്ചയ്ക്കാണെങ്കിലോ അതൊന്നും കേട്ടിട്ട് ഒരു ഭാവമാറ്റവും ഇല്ലാതെ ഒരു കൂസലുമില്ലാതെ പത്തിരിയും എടുത്ത് നടന്നു പോകുന്ന പൂച്ചയെയും കാണാം. അപ്പോൾ നമ്മുടെ പത്തിരി തിന്നാൻ മോഹം എന്നുള്ള കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഈ കഥയെ മാറ്റി എഴുതാവുന്നതാണ്. ഓക്കെ, എങ്കിൽ അടുത്ത പേജിലേക്ക് പോയാലോ. നോക്കിയേ, വരികൾ കൂട്ടിച്ചേർക്കാം. അപ്പം അപ്പം ഇടിയപ്പം, അച്ഛൻ ചുട്ടു ഇടിയപ്പം, അപ്പം അപ്പം പാലപ്പം, അമ്മ ചുട്ടു പാലപ്പം. അപ്പം നമുക്ക് ബാക്കി എന്തെഴുതാം? അപ്പം അപ്പം
നെയ്യപ്പം. അച്ഛൻ ചുട്ടു നെയ്യപ്പം. അവിടെ എഴുതാമല്ലോ. ഈ പം അവസാനം വരുന്ന ഏത് ആഹാരം വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാം കേട്ടോ. അപ്പം അപ്പം ഉണ്ണിയപ്പം. അമ്മ ചുട്ടു ഉണ്ണിയപ്പം. അവിടെ എഴുതാമല്ലോ. അപ്പം അപ്പം നെയ്യപ്പം. അച്ഛൻ ചുട്ടു നെയ്യപ്പം. അപ്പം അപ്പം ഉണ്ണിയപ്പം. അമ്മ ചുട്ടു ഉണ്ണിയപ്പം. അവിടെ ചേച്ചിയോ ചേട്ടനെയോ ഒക്കെ എഴുതാം. ഞാൻ പറയട്ടെ, ഇഡ്ഡലി പറയുന്നത് നോക്കൂ. എന്നെ ആവിയിലാണ് വേവിക്കുന്നത്, അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആണല്ലോ, ആവിയിൽ വേവിക്കുന്നു, അരിമാവ് കൊണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഉണ്ണിയപ്പം പറയുന്നത് നോക്കൂ. എന്നെ എണ്ണയിലാണ് ചുടുന്നത്, എനിക്ക് നല്ല മധുരമാണ്. ആണല്ലോ, എണ്ണയിൽ ചുടുന്നു, നല്ല മധുരവുമാണ്. ഇനി അടുത്തതാരാ? ഗോതമ്പ് പുട്ടിൻ്റെ പടമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഗോതമ്പ് പുട്ട് എന്താ പറയും? എന്നെ ആവിയിലാണ് വേവിക്കുന്നത്. പിന്നെ എന്താ പറയാം? എനിക്ക് ഗോതമ്പ് മാവും അതുപോലെ തേങ്ങയുമാണ് എന്നെ ഉണ്ടാക്കാൻ ആവശ്യമെന്ന് പറയാനല്ലേ. അപ്പോൾ അതവിടെ എഴുതാമല്ലോ. എന്നെ ആവിയിലാണ് വേവിക്കുന്നത്, ഗോതമ്പ് മാവും തേങ്ങയും കൊണ്ടാണ് എന്നെ ഉണ്ടാക്കുന്നത്. അതവിടെ എഴുതിയല്ലോ. ഇനി അരിപ്പുട്ടാണെങ്കിൽ അരിമാവെന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ രുചിമേളം എന്നുള്ള പാഠഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. അതോടൊപ്പം 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് കാണാവുന്നതാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അത് എത്തിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്